ഹലോ കൂട്ടുകാരെ, ഇന്ന് ഹിക്വിഷൻ്റെ ഡി വി ആറിൽ പ്ലേ ബാക്ക്, അതായത് കഴിഞ്ഞു പോയ ഡാറ്റാസ് തന്നെ നമുക്ക് എങ്ങനെ വ്യൂ ചെയ്യാം എന്നുള്ളൊരു ചെറിയൊരു ടോപ്പിക്കാണ് ഇത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. പ്ലേ ബാക്കിന് വേണ്ടി മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ വന്നു. ലെഫ്റ്റ് സൈഡിൽ ക്യാമറ 1, 2, 3 അങ്ങനെ ഡീറ്റെയിൽസ് വന്നു. അതുപോലെ ഗൂഗിളിലെ HVR 4.0, അതായത് ലൈവ് വ്യൂ, ഫ്ലേ ബാക്ക്, അങ്ങനെ ഡി വി ആറിൻ്റെ കോൺഫിഗറേഷൻ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും അതിനുണ്ട്. നമുക്ക് വേണ്ടത് ഫ്ലേ ബാക്ക്. അതിനുവേണ്ടി ഫ്ലേ ബാക്ക് നമുക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പ്ലേ ബാക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുപോലൊരു വിൻഡോയാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ചാനൽ എന്നുള്ള ഡീറ്റെയിൽസ്, താഴെ ടൈം, ഓക്കെ ഈ ഭാഗത്ത് ടൈം, പിന്നെ കാണുന്നത് ആ വലിയ സ്ക്രീൻ, ഇത് ബ്ലാക്ക് വലിയ സ്ക്രീൻ കാണാം. അതിലാണ് ക്യാമറയുടെ ഡീറ്റെയിൽസ് വരാറ്. പിന്നെ താഴെ ടൈം ലൈൻ, ഏതൊക്കെ സമയമാണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ടൈം ലൈനാണ്. ഇനിയിപ്പോൾ അതിൽ ക്യാമറ, മാക്സിമം ക്യാമറ, മിനിമം ക്യാമറ, പിന്നെ അതുപോലെ ക്യാമറ 1, ക്യാമറ 2, ക്യാമറ 3, ക്യാമറ 4, നമുക്ക് ആവശ്യമുള്ള ക്യാമറ അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏത് ഡേറ്റാണോ വേണ്ടത് ആ ഡേറ്റിലേക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ജനുവരി 8-ാം തീയതിയാണ് സെലക്ട് ആയിട്ടുള്ളത്. നമുക്ക് 1-ാം തീയതി വേണമെങ്കിൽ ഇതുപോലെ 2 പ്രാവശ്യം ഡബിൾ ക്ലിക്ക് ചെയ്യാം. 1-ാം തീയതി, ജനുവരി 1-ാം തീയതിയുള്ള ഡീറ്റെയിൽസാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. 4 ക്യാമറ ഒരുമിച്ച് കാണുമ്പോൾ ചെറിയൊരു ബഫറിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സിംഗിളായിട്ട് നമ്മൾ സെലക്ട് ചെയ്താൽ ആ ബഫറിങ് ഒഴിവായി കിട്ടും. അപ്പോൾ സ്മൂത്തായിട്ട് കാണാൻ പറ്റും. ഇവിടെ 1-ാം തീയതി കാണുന്ന പ്ലേ ബാക്കാണ്. താഴെ ഒരു ബ്ലൂ ലൈൻ കണ്ടില്ല, അതാണ് ടൈം. ഇവിടെ നമുക്ക് ഏത് രീതിയിൽ സെറ്റ് ചെയ്യാം. അതിൽ 11:59, 12, അതായത് സമയം ഓരോ മിനിറ്റ് ഗ്യാപ്പിലാണ് ടൈം കാണിക്കുന്നത്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിന് തൊട്ട് മേലെ ഒരു 5M എന്ന് പറഞ്ഞൊരു കോളുണ്ട്. അത് നമുക്ക് ഏത് രീതിയിൽ 5 മിനിറ്റാണെങ്കിൽ 5 മിനിറ്റ്, 1 മിനിറ്റാണെങ്കിൽ 1 മിനിറ്റ് എന്ന രീതിയിലൊക്കെ നമുക്കതിൽ സെറ്റ് ചെയ്ത് നമ്മളെ വേഗതയ്ക്ക് വേണ്ടി, എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ക്യാമറ ഫുൾ സ്ക്രീൻ ആയിട്ട് കാണിക്കുമ്പോൾ ഇത് സ്റ്റെക്കായിട്ടാണ് കാണിക്കുന്നത്. ഇതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്യാമറ ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റെക്ക് വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഏത് ക്യാമറയാണോ വേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് പ്ലേ ചെയ്താൽ ഇതുപോലെ ഫ്ലുവൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി CCTVയുടെ എന്തെങ്കിലും ടെക്നിക്കൽ വശങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക.